നമസ്കാരം. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. ഇന്നലെ ബഡ്ജറ്റ് ഡേ ആണ്. സ്വാഭാവികമായിട്ടും ബയേഴ്സ് എല്ലാം തന്നെ, ഓപ്ഷൻ ബയേഴ്സ് എല്ലാം തന്നെ വലിയൊരു മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്തു. ഒന്നും ഉണ്ടായില്ല. സെല്ലേഴ്സിന് വിക്സ് 10% ഫോൾ ആയതുകൊണ്ട് സുഖമായിട്ട് പ്രോഫിറ്റ് കിട്ടി. ഇന്ന് മാർക്കറ്റിലേക്ക് വന്നു. ഇന്ന് ബയേഴ്സിന് വളരെയധികം അനുകൂലമായിട്ടുള്ള മാർക്കറ്റാണ് ഉണ്ടായിരുന്നത്. ഒരേ സൈഡിലേക്ക് മൂവ്മെൻ്റ് അല്ല, രണ്ട് സൈഡിലേക്ക് മൂവ്മെൻറ്റ് നടത്തി ബയേഴ്സിനെ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ട്. എത്ര പേര് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് ഒരു ചോദ്യമാണ്. കാരണം മാർക്കറ്റ് വളരെയധികം വയലൻ്റ് ആയിരുന്നു, അൺപ്രഡിക്റ്റബിളായിട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് നോക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. 21,700 മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇന്നലെ ക്ലോസ് ചെയ്തു. ഗ്യാപ്പ് അപ്പ് 21,800, വീണ്ടും 22,100 മാർക്കറ്റ് പോയി. അതായത് ഏകദേശം ഒരു 300 പോയിൻ്റ് റാലി. അതിനുശേഷം 22,100 നിന്ന് നിഫ്റ്റി ഫോളായി 22,855 നിൽക്കുന്നുണ്ട്. അതായത് ഏകദേശം ഒരു 400 പോയിൻറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റാണ് ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്നും ഇന്നത്തെ ഹൈയിലേക്ക് ഉണ്ടായിട്ടുള്ളത്. ഇന്നത്തെ ഹൈയിൽ നിന്ന് ഇന്നത്തെ ലോയിലേക്ക് ഏകദേശം ഒരു 300 പോയിൻറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്രക്കധികം വോളറ്റിലായിരുന്നു മാർക്കറ്റ് വോളറ്റൈൽ ആകുന്നത് സൂചിപ്പിക്കുന്ന ഒരു ചെറിയൊരു സ്ക്രീൻഷോട്ട് കാണിക്കാം. ജസ്റ്റ് ഒന്ന് ക്ലോസ് ആയിട്ടൊന്ന് വാച്ച് ചെയ്യാം. സെൻസെക്സിൻ്റെ എക്സ്പയറി ആണ് ഉണ്ടായിരുന്നത്. 71,500 പുട്ട് ഓപ്ഷനാണ്. നമുക്കറിയാം സെൻസെക്സൊക്കെ ഇന്ന് എക്സ്പയർ ആയത് 72,200 അപ്പോൾ 71,500 പുട്ട് ഓപ്ഷൻ്റെ പ്രീമിയം നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ വഴിയില്ല, സ്ക്രീൻഷോട്ട് വലുതാണ്. എങ്കിലും അതിൻ്റെ പ്രീമിയം എന്ന് പറയുന്നത് 6 രൂപയായിരുന്നു. ഈ 6 രൂപ പ്രീമിയം 300 രൂപ വരെ സ്പൈക്കായിട്ടുണ്ട്. ഏകദേശം ഒരു 4,200% സ്പൈക്കായി. ഏത് നിഫ്റ്റി ഇടിഞ്ഞപ്പോൾ, സെൻസെക്സ് ഇടിഞ്ഞപ്പോൾ ഇത്രക്കധികം മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അതായത് സെൻസെക്സിലൊക്കെ ഇന്ന് ട്രേഡ് ചെയ്ത ആളുകൾക്ക് അറിയാം, പ്രീമിയം എല്ലാം തന്നെ പറന്നു. പുട്ട് ഓപ്ഷൻ്റെ പ്രീമിയം പറന്നു. ഈവൻ രാവിലെ കോൾ ഓപ്ഷൻ്റെ പ്രീമിയം പറന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അത്രക്കധികം വോളറ്റിലായിട്ടുള്ളൊരു മാർക്കറ്റാണ്. അപ്പോൾ ഗുണപാഠം എന്ന് പറയുന്നത് ബഡ്ജറ്റിൻ്റെ അന്ന്, ബഡ്ജറ്റിൻ്റെ തലേ ദിവസം, ബഡ്ജറ്റിന് ശേഷവും ട്രേഡ് ചെയ്യുന്ന സമയത്ത് വളരെയധികം ജാഗരൂകരായിട്ട് ട്രേഡ് ചെയ്യുക. അതല്ലെങ്കിൽ ക്യാപിറ്റൽ അപ്പാടെ തന്നെ വൈപ്പ് ഔട്ട് ആവായി പോകാനുള്ള സാധ്യതകൾ ഏറെയാണ്. നിഫ്റ്റി 156 പോയിൻറ്റ്, സെൻസെക്സ് 440 പോയിൻറ്റ്, ബാങ്ക് നിഫ്റ്റി 217 പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് നടത്തി. ബാങ്ക് നിഫ്റ്റി റെഡിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. സെൻസെക്സും നിഫ്റ്റിയും ഗ്രീനിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. NSEയിൽ ഏകദേശം 1,209 കമ്പനീസ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. 1,035 കമ്പനീസ് റെഡിൽ ക്ലോസ് ചെയ്തു. ഇന്ന് നിഫ്റ്റിയിൽ BPCL, പവർ ഗ്രിഡ്, ONGC, അദാനി പോർട്ട്, NTPC തുടങ്ങിയ കമ്പനീസ് മികച്ച പ്രകടനം. ഇതിൽ BPCL 10% റാലി രേഖപ്പെടുത്തി. ഫോളായിട്ടുള്ളത് ഐഷർ മോട്ടേഴ്സ്, ആക്സിസ് ബാങ്ക്, HDFC ലൈഫ്, HDFC ബാങ്ക്, HUL തുടങ്ങിയ കമ്പനീസാണ്. ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും താഴെ നോക്കാം. ഡോ ഫ്യൂച്ചർ ഫ്ലാറ്റാണ്. ഇന്ത്യ വിക്സ് ഇന്ന് 1.6% സ്പൈക്ക് ചെയ്ത് 14. ബിറ്റ്കോയിൻ 860 പോയിൻറ്റിൻ്റെ റാലി രേഖപ്പെടുത്തി 43,000. MOX റഷ്യൻ മാർക്കറ്റ് ഫ്ലാറ്റാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന UK, ജർമ്മൻ, ഫ്രാൻസ് മാർക്കറ്റുകൾ, FTSE, CAC 40, ഡാക്സ് മാർക്കറ്റുകൾ പോസിറ്റീവാണ്. നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ആവുന്നതിന് മുമ്പ് ക്ലോസ് ആയ ഏഷ്യൻ മാർക്കറ്റ്, ജപ്പാൻ, കൊറിയ, ചൈന, ഓസ്ട്രേലിയ പൊതുവെ ഫ്ലാറ്റാണ്. ഓസ്ട്രേലിയ ഇന്ന് 1.4% ഒരു റാലി ഉണ്ടാക്കി. ഗോൾഡ് ഏറ്റവും ടോപ്പിൽ കാണാം. $2,054 പെർ ഔൺസ് എന്ന നിലയിലാണ് ഇപ്പോൾ ട്രേഡിങ് തുടരുന്നത്. സ്റ്റോക്ക് ന്യൂസിലേക്ക് കടക്കാം. ആദ്യമായിട്ട് പേടിഎമ്മിനെ സംബന്ധിച്ചുള്ള ന്യൂസാണ്. ഇന്നും ലോവർ സർക്യൂട്ട്, 20% ഇടിവ്. ഇന്നലെയും ഇടിവ് 40%. 2 ദിവസം കൊണ്ട് സ്റ്റോക്ക് ഇടിഞ്ഞിട്ടുണ്ട്. ഏകദേശം 2,000 കോടി നിക്ഷേപം മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് പേടിഎമ്മിൽ നടത്തിയിട്ടുണ്ട്. RBI പുതിയ കസ്റ്റമേഴ്സിനെ ഓൺബോർഡ് ചെയ്യുന്ന ഒരു തീരുമാനം റദ്ദാക്കപ്പെട്ടിട്ടുണ്ട്. ഫെബ്രുവരി 29 വരെയാണ്. അപ്പോൾ അതുവരെ സ്റ്റോക്ക് ഇടിയുമെന്ന് നമുക്കറിയില്ല. പക്ഷേ ആ ഒരു ബീറിഷ്നെസ് സ്റ്റിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ പറഞ്ഞിരിക്കുന്നത് സ്റ്റോക്കിൻ്റെ വില ഏകദേശം 500 താഴെ പോകുന്ന അത് പോയിട്ടുണ്ടെന്ന് കാണാനായിട്ട് സാധിക്കും. അദാനി പോർട്ട് ഇന്ന് നിഫ്റ്റിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളൊരു കമ്പനിയാണ് അദാനി പോർട്ട്. കഴിഞ്ഞ ദിവസം റിസൾട്ട് വന്നപ്പോൾ ഗംഭീര റിസൾട്ടായിരുന്നു. കൂടാതെ തന്നെ ഇവരുടെ കാർഗോ വോളിയം, ഇവർ ക്രയവിക്രയം ചെയ്യുന്ന കാർഗോ വോളിയം 26% ഒരു വർധനവ് ഉണ്ടാക്കിയിട്ടുണ്ട്.
റെയിൽവേ സ്റ്റോക്കുകൾ, പുതിയ കോറിഡോർസ്. ഇപ്പോൾ റെയിൽവേ മന്ത്രാലയം പറയുന്ന ഒരു കാര്യം, IRCTC വെബ്സൈറ്റിൽ നിങ്ങൾ പോയി ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഇനി മുതൽ ഇൻ ദ സെൻസ് ഒരു 5-6 വർഷങ്ങൾക്ക് ശേഷം വെയിറ്റിംഗ് പരിപാടികളൊന്നുമില്ല, എല്ലാവർക്കും ടിക്കറ്റ് കിട്ടുമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അത് സാധ്യമാകണമെങ്കിൽ എന്തുമാത്രം ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസാണ് ഈ റെയിൽവേ മേഖലയിൽ ചെയ്യേണ്ടി വരിക. ഇന്നലെയും നമ്മുടെ FM പറഞ്ഞു. അപ്പോൾ റെയിൽവേ സെക്ടറേഴ്സ് ഇന്ന് RVNL-ഉം ഐക്കോണും IRFC എല്ലാം തന്നെ പ്രകടനം നടത്തിയിട്ടുണ്ട്. ദേവയാനി ഇൻ്റർനാഷണൽ, നമ്മുടെ നാട്ടിലെ KFC ചിക്കനെല്ലാം തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനിയാണ്. റിസൾട്ട് വന്നു, നെറ്റ് പ്രോഫിറ്റ് 87% ഇടിഞ്ഞു. അബൌട്ട് ഇന്ത്യ ഒരു ഫാർമ കമ്പനിയാണ്, 9% ഇവരുടെ നെറ്റ് പ്രോഫിറ്റിൽ ഉയർച്ച കൈവരിച്ചു. BLS ഇൻ്റർനാഷണൽ IPO അലോട്ട്മെൻറ്റ് ഇന്നുണ്ടാവും. BSEയുടെ സൈറ്റിലൊക്കെ പോയാൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. റൈറ്റ്സ് ഇന്ന് 7% ഇടിവ് രേഖപ്പെടുത്തി, നെറ്റ് പ്രോഫിറ്റ് ഇടിഞ്ഞതാണ് കാരണം. ടോറൻറ്റ് ഫാർമ നെറ്റ് പ്രോഫിറ്റ് 57% ഉയർന്നു, 443 കോടി രൂപ കരസ്ഥമാക്കി. JSW ഇൻഫ്ര നെറ്റ് പ്രോഫിറ്റ് 250 കോടി രൂപ, കഴിഞ്ഞ തവണ 115 കോടി രൂപ ആയിരുന്നു ഉണ്ടായിരുന്നത്. എഞ്ചിനീയേഴ്സ് ഇന്ത്യ ഇന്ന് നല്ല റാലി രേഖപ്പെടുത്തിയ കമ്പനിയാണ്. 16 കോടി രൂപയിൽ നിന്ന് 63 കോടി രൂപയിലേക്ക് ആദായം ഉയർത്തി. അംബുജ എക്സ്പോർട്ട് ഇവർ 81 കോടി രൂപയിൽ നിന്ന് 101 കോടി രൂപയിലേക്ക് ആദായം ഉയർത്തി. സെഞ്ചുറി പ്ലൈവുഡ് 82 കോടി രൂപയിൽ നിന്ന് 63ലേക്ക് പ്രോഫിറ്റ് ചുരുങ്ങി. മുകുന്ദ് ഇന്ന് മികച്ച റാലി രേഖപ്പെടുത്തിയ മറ്റൊരു കമ്പനിയാണ്. ഇവർ പുതിയ സോളാർ പവർ പ്രൊജക്റ്റ് തുടങ്ങുന്നുണ്ട്. ആന്ധ്ര പേപ്പർ ഇന്ന് ഫോളായ കമ്പനിയാണ്, കാരണം റിസൾട്ട് 170 കോടി രൂപയിൽ നിന്ന് 82 കോടി രൂപയിലേക്ക് ആദായം ഇടിഞ്ഞു. റേറ്റ് ഗെയിൻ ട്രാവൽ ഇന്ന് മികച്ച റാലി രേഖപ്പെടുത്തിയ കമ്പനിയാണ്, കാരണം 13 കോടി രൂപയിൽ നിന്ന് 40 കോടി രൂപയിലേക്ക് ആദായം ഉയർത്തി. മഹേന്ദ്ര ഹോളിഡേയ്സ് 3% റാലി രേഖപ്പെടുത്തിയ ഒരു കമ്പനിയാണ്, കാരണം 11 കോടി ലോസ് ഉണ്ടാക്കിയ കമ്പനി ഇത്തവണ 11 കോടി പ്രോഫിറ്റ്. ടാറ്റ മോട്ടേഴ്സ് ഇവർ 2958 കോടി രൂപ പ്രോഫിറ്റിൽ നിന്ന് 7025 കോടി രൂപ പ്രോഫിറ്റിലേക്ക് ആദായം ഇവർ ഉയർത്തി എന്നുള്ളതാണ് ടാറ്റ മോട്ടേഴ്സിനെ സംബന്ധിച്ചുള്ള ന്യൂസുകൾ. മറ്റുള്ള ന്യൂസുകളായിട്ട് അടുത്ത ദിവസം എത്താം. താങ്ക് യു ഓൾ.